നമസ്കാരം. വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലെ തർക്കത്തിൽ സെലൻസ്കിയുമായി ഉടക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഒടുവിൽ പ്രതികാര നടപടിയുമായി രംഗത്ത്. യുക്രൈനുള്ള എല്ലാ സാമ്പത്തിക ആയുധ സഹായങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ച് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. സെലൻസ്കിയുമായുള്ള ഉടക്കിന് പിന്നാലെയാണ് ഈ തീരുമാനം. റഷ്യയുമായുള്ള യുദ്ധം തീർക്കാനായി പ്രശ്നപരിഹാരത്തിനായി സെലൻസ്കി തയ്യാറായാൽ മാത്രമേ ഇനി സഹായവും സഹകരണവും ഉള്ളൂവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് നാറ്റോ സഖ്യത്തിനും യുക്രൈന് പിന്തുണയുമായി എത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കും തിരിച്ചടിയാണ്. അമേരിക്ക യുക്രൈന് സഹായം നൽകുന്നത് നിർത്തുന്നത് റഷ്യയ്ക്കാണ് ഗുണകരമായി മാറുക. നേരത്തെ സെലൻസ്കിയെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രംപ് പോസ്റ്റ് ഇട്ടിരുന്നു. ഡൊണാൾഡ് ട്രംപിനെ വില കുറച്ച് കാണരുത്. ഈ കളിയിൽ അദ്ദേഹം എല്ലാവരെക്കാളും 10 ചുവടുകൾ മുന്നിലാണ്. ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിൽ പങ്കുവച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരുന്നു. ട്രംപിനെ മാസ്റ്റർ ചെസ് കളിക്കാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിലെ ബെൻസൺ ചിറ്റ് ചാറ്റ് ഗ്രൂപ്പിലെ ഒരു അംഗം എഴുതിയ പോസ്റ്റായിരുന്നു ട്രംപ് പങ്കുവച്ചത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിക്ക് ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പോസ്റ്റിൽ ഊന്നി പറയുന്നു. യുഎസിനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാതെ ട്രംപ് യഥാർത്ഥത്തിൽ യുക്രൈനെ സംരക്ഷിക്കുകയാണെന്നും പോസ്റ്റ് പറയുന്നു. ധാതു കരാർ ചർച്ച ചെയ്യുന്നതിലൂടെ യുക്രൈന്റെ ഖനന വ്യവസായത്തിൽ അമേരിക്കക്കാർ ഉൾപ്പെടുമെന്ന് ട്രംപ് ഉറപ്പാക്കുകയാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. യുക്രൈൻ ഖനനത്തിൽ യുഎസ് ഉൾപ്പെടുന്നതോടെ റഷ്യയെ അധിനിവേശത്തിൽ നിന്ന് തടയും. യുക്രൈനെ ആക്രമിക്കുന്നത് അമേരിക്കൻ ജീവൻ അപകടത്തിലാക്കുകയും അത് അമേരിക്കയെ പ്രതികരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുമെന്നതാണ് റഷ്യയെ പിന്മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. ഒരു മാസ്റ്റർ ചെസ് കളിക്കാരൻ പോലെ ട്രംപ് ഇരുവശത്തും കളിച്ചു. ഒടുവിൽ സെലൻസ്കിക്ക് സമ്മതിക്കാതെ മറ്റു മാർഗമില്ല. കാരണം യുഎസ് പിന്തുണയില്ലാതെ യുക്രൈന് റഷ്യക്കെതിരായ ദീർഘകാല യുദ്ധം ജയിക്കാൻ കഴിയില്ല. യുഎസ് കമ്പനികൾ യുക്രൈനിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാതെ പുടിന് ആക്രമണം നടത്താൻ കഴിയില്ലെന്ന് പോസ്റ്റ് പറയുന്നു. ട്രംപും സെലൻസ്കിയും തമ്മിൽ ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ച തർക്കത്തിലാണ് അവസാനിച്ചത്. സെലൻസ്കിയും ട്രംപും സുഗമമായ ചർച്ച നടത്തുന്നതിനിടെ യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്തെത്തിയതോടെയാണ് ചർച്ച വഴിമാറിയത്. യുക്രൈൻ യുഎസിനോടും ട്രംപിനോടും നന്ദി പറയുന്നില്ലെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിന് നയതന്ത്ര പരിഹാരം വാഗ്ദാനം ചെയ്യുകയും ചെയ്തതോടെ കരാർ ഒപ്പിടാതെ സെലൻസ്കി ഓവൽ ഓഫീസ് വിടുകയായിരുന്നു. അതിനിടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ 1 മാസത്തെ ഭാഗിക സമാധാന ഉടമ്പടി നിർദ്ദേശവുമായി ഫ്രാൻസ് രംഗത്ത് വന്നു. 2022 തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് ഈ ഒരു മാസം കൊണ്ട് വ്യക്തമാകുമെന്നും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജാൻ-നോയൽ ബാരറ്റ് പറഞ്ഞു. വായു, കടൽ, നിർണായക അടിസ്ഥാന ഊർജ്ജ സൗകര്യങ്ങൾ എന്നിവയിലുള്ള വെടിനിർത്തലാണ് ഫ്രാൻസ് മുന്നോട്ട് വെച്ചത്. എന്നാൽ കരയുദ്ധം നിലവിൽ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഫ്രാൻസും യുകെയും ഇടക്കാല വെടിനിർത്തലിനായി ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും വ്യക്തമാക്കി. അടുത്ത ആഴ്ചകളിലൊന്നും യുക്രൈൻ മണ്ണിൽ യൂറോപ്യൻ സൈന്യം വരാൻ പോകുന്നില്ല. നിരവധി ആഴ്ചകൾ നീണ്ടു നിന്നേക്കാവുന്ന വെടിനിർത്തൽ ചർച്ചകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നാണ് ചോദ്യമെന്നും മാക്രോൺ പറഞ്ഞു. എന്നാൽ വെടിനിർത്തൽ എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് ചിന്തിച്ചിട്ടില്ലെന്നാണ് UK സായുധ സേനാ മന്ത്രി ലൂക്ക് പൊളാർഡ് പറഞ്ഞത്. പക്ഷേ വെടിനിർത്തൽ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് ഫ്രാൻസുമായും യൂറോപ്യൻ സഖ്യങ്ങളുമായി ചേർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈനിൽ ദീർഘകാലം നിൽക്കുന്ന സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ചുണ്ടായ ചർച്ചകൾക്ക് പിന്നാലെ യൂറോപ്യൻ നേതാക്കൾ സെലൻസ്കിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്, ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ നേതാക്കളാണ് സെലൻസ്കിയെയും യുക്രൈനെയും പിന്തുണച്ചെത്തിയത്. തുടക്കം മുതൽ പോരാടുന്നവരുടെ ബഹുമാനമാണെന്നും കാരണം അവർ തങ്ങളുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും കുട്ടികൾക്കും യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് പോരാടുന്നതെന്നാണ് മാക്രോൺ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് സമാധാന ചർച്ചകളുമായി ഫ്രാൻസ് തന്നെ രംഗത്തെത്തിയത്. അതിനിടെ യുക്രൈനിലെ ധാതു വിഭവങ്ങളെ സംബന്ധിച്ച് അമേരിക്കയുമായി കരാറിൽ ഒപ്പിടാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പിന്നീട് വ്യക്തമാക്കിയിരുന്നു.